ഹലോ, ഇന്ന് നമ്മുടെ യാത്ര കോഴിക്കോട് ടൗണിലേക്കാണ്. എൻ്റെ വീട്ടിൽ നിന്നും ഏകദേശം 1 മണിക്കൂറോളം ട്രാവൽ ചെയ്യണം കോഴിക്കോട് ടൗണിലെത്താൻ. ഇന്ന് തിരുവോണമായിട്ട് കോഴിക്കോട് പോകാമെന്ന് വിചാരിച്ചു. ആദ്യത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് ഫുഡ് കഴിക്കണം. കാരണം വിശന്ന് വലഞ്ഞാണ് പോകുന്നത്. രാവിലെ കുടിച്ച ചായയാണ്. അപ്പോൾ ആദ്യം വിചാരിച്ച് സദ്യ കഴിക്കാമെന്ന് നോക്കുമ്പോൾ എല്ലാ ഹോട്ടലും ഹൗസ്ഫുള്ളാണ്. അങ്ങനെ പിന്നെ ഹോട്ടൽ റഹ്മത്ത് പോയിട്ട് നല്ല ബിരിയാണി കഴിക്കാമെന്ന് വിചാരിച്ച് നേരെ റഹ്മത്ത് ഹോട്ടലിലേക്കാണ് വെച്ച് പിടിക്കുന്നത്. അങ്ങനെ നമ്മൾ റഹ്മത്ത് ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. നല്ല തിരക്കാണ് റഹ്മത്ത് ഹോട്ടലിൽ. ഇപ്പം നമ്മളും ക്യൂ പാലിക്കാൻ തുടങ്ങി. ആ സമയത്ത് പുറത്ത് മലയാള മനോരമ ന്യൂസുകാർ അവിടുന്ന് ആളുകളോട് എന്തൊക്കെയോ ചോദ്യം ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവരെയും നോക്കി കുറച്ച് നേരം നിന്ന് അപ്പോഴത്തേക്ക് നമുക്കുള്ള സ്പേസ് റെഡിയായെന്ന് പറഞ്ഞ് അവർ വിളിച്ചു. അങ്ങനെ നമ്മൾ ഫുഡ് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഞാൻ കാട ബിരിയാണിയും അവരൊക്കെ ചിക്കൻ ബിരിയാണിയുമാണ് പറഞ്ഞത്. അപ്പം ബിരിയാണി വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. കോഴിക്കോട് വരുന്നവർ എന്തായാലും റഹ്മത്ത് ഹോട്ടലിൽ പോയിട്ട് അവിടുത്തെ ബിരിയാണി ഒന്ന് ടേസ്റ്റ് ചെയ്യേണ്ടതാണ്. അത്രയ്ക്ക് ടേസ്റ്റുള്ള ബിരിയാണിയാണ്. നമ്മുടെ കോഴിക്കോട് വരുന്നവർ തീർച്ചയായിട്ടും പോകേണ്ട ഒരു ഫുഡ് സ്പോട്ടാണ് റഹ്മത്ത് ഹോട്ടൽ. നല്ല അടിപൊളി ടേസ്റ്റുള്ള ഫുഡാണ്. അങ്ങനെ നമ്മൾ വിചാരിച്ചു അങ്ങനെ നമ്മുടെ യാത്ര വീണ്ടും ബീച്ചിലേക്കാണ്. അങ്ങനെ നമ്മൾ ബീച്ചിൽ കാറ് പാർക്ക് ചെയ്യാനുള്ള സ്ഥലം തപ്പി നടക്കുകയാണ്. ഫുള്ള് എല്ലായിടത്തും ആളുകൾ വണ്ടി വെച്ചിട്ടുണ്ട്. ഇന്ന് തിരുവോണം കൂടി ആയതുകൊണ്ട് എല്ലായിടത്തും നല്ല തിരക്കാണ്. അങ്ങനെ നമുക്കൊരു സ്ഥലം എങ്ങനെയോ കിട്ടി. നമ്മളങ്ങനെ അവിടെ പതിയെ നമ്മുടെ കാറ് കൊണ്ട് അങ്ങനെ കാറ് പാർക്ക് ചെയ്ത് ഞങ്ങൾ ബീച്ചിലേക്ക് ഇറങ്ങി. ആദ്യത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് കുറേ ഫോട്ടോ എടുക്കണം എന്നാണ്. ബീച്ചിലേക്ക് അങ്ങനെ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് ഞാനിതാ ഇറങ്ങുകയാണ്. നമുക്ക് എപ്പോൾ പോയാലും ഒരു പ്രത്യേകത നടന്ന് നമ്മുടെ പ്രോഗ്രാം നടക്കുന്ന സ്റ്റേജ് കുറച്ചും കൂടി അപ്പുറത്താണ്. അപ്പം അങ്ങോട്ടേക്ക് നടന്നെത്തണം. വണ്ടി അവിടെ നിന്ന് വെക്കാൻ പ്രമാണിച്ചാണ് ഇവിടെ വെച്ചിട്ടാണ് ഞങ്ങൾ നടന്നത്. ഒരുപാട് റൈഡ്സ് ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള പ്രോഗ്രാമുകളും ബീച്ചിൽ ഇപ്പം നടക്കുന്നുണ്ട്. നമ്മൾ വിചാരിച്ച് കുറച്ച് നേരം എന്നാൽ
അതൊക്കെ കണ്ടിട്ട് വീട്ടിലേക്ക് പോകാനൊന്നും നമ്മൾ കയറിയില്ല. നമ്മൾ ഒരു ആ സമയത്ത് ഒരു ഫോട്ടോ എടുക്കുന്ന ആൾ വന്ന് അയാളെ കൊണ്ട് ഒരു ഫോട്ടോ എടുപ്പിച്ച് 40 രൂപയാണ് ഒരു ഫോട്ടോ എടുക്കുന്നതിന്. അതൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ നടന്ന് എന്തൊക്കെയോ കളികളൊക്കെ ഉണ്ട് കേട്ടോ. ഓണായിട്ടാണെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ സ്റ്റേജിന്റെ അടുത്തേക്ക് നിങ്ങൾ ഈ കാണുന്നതാണ് സ്റ്റേജ്. ഞങ്ങൾ പോയപ്പോൾ അവിടെ ആരുമില്ല, ഇവിടെ ഒന്നും വെക്കാൻ സ്ഥലം അവിടെ സൈഡിലാണ് വെച്ചത്. അങ്ങനെ അവിടെ ഇറങ്ങി നടക്കുകയാണ്. നമ്മൾ പോയ സമയത്ത് ആരുമില്ല. അവർ മൈക്ക് ടെസ്റ്റ് ചെയ്യായിരുന്നു പാട്ടുകാരൊക്കെ. അപ്പോൾ നമ്മൾ കുറച്ചു നേരം അവിടെ ഇരുന്നു. അങ്ങനെ കുറച്ചു നേരം അവിടെ ഇരുന്ന് കുറച്ച് അവർ പാടുന്നൊക്കെ കേട്ട് ഞങ്ങൾ വീണ്ടും വീട്ടിലേക്ക് തിരിച്ച് അങ്ങനെ പിന്നെ നമ്മൾ വീട്ടിലേക്ക് യാത്രയായി. പോരുന്ന വഴിക്ക് നബിദിന പരിപാടി ഉണ്ടായിരുന്നു. അപ്പം നമുക്കും പരപ്പമ്പൊയിൽ നിന്ന് പായസം കിട്ടി. അങ്ങനെ നമ്മൾ കൈതപ്പൊയിലെത്തിയപ്പം വിചാരിച്ചു അടിവാരത്ത് നിന്ന് ചായ കുടിച്ചിട്ട് പോകാമെന്ന്. വൈകുന്നേരം ആയല്ലോ. അപ്പം അടിവാരത്ത് മക്കാനി ഉണ്ട്. അവിടെ നിന്നാണ് നമ്മൾ സ്ഥിരമായിട്ട് ചായ കുടിക്കുന്നത്. വയനാട് തീർച്ചയായിട്ടും കയറേണ്ട ഒരു ഫുഡ് സ്പോട്ടാണ് മക്കാനി. നല്ല എണ്ണപ്പലഹാരങ്ങളാണ്, നല്ല ചായയാണ്. അപ്പം നമ്മൾ വിചാരിച്ചു നമുക്ക് അവിടെ ഒരു ചായ കൂടി കുടിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോകാമെന്ന്. അവിടെ നിങ്ങൾ കയറിയിട്ടില്ല. ഒരു അടിവാരം ഭാഗത്ത്, അതായത് വയനാട് പോകുന്ന വഴിക്ക് പോകുന്നവരൊക്കെ അവിടെ കയറി ചായയും കടിയും കഴിക്കണം. നല്ല എണ്ണ പലഹാരങ്ങളാണ്. അപ്പം പോരുന്ന സമയത്ത് നമ്മൾ അടിവാരം ഇറങ്ങി അവിടുന്ന് ചായയും കടിയും കഴിച്ചിട്ടാണ് വീട്ടിലേക്ക് വന്നത്. അടിവാരം പെട്രോൾ പമ്പിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ മക്കാനി എന്ന് പറയുന്ന ചായക്കട. ഇതാണ് ഞാൻ പറഞ്ഞ ചായക്കട. നിങ്ങൾ കണ്ടാൽ തന്നെ അറിയാം, നമ്മൾ കണ്ടാൽ തന്നെ കയറിപ്പോവും. ചായ മക്കാനി മക്കാനിയിലെ കടികളാണ്. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും കയറേണ്ട കടികളുമാണ്. വയനാട് പോകുന്നവർ തീർച്ചയായിട്ടും ഇവിടെ കയറി ചായ കുടിക്കണം. അതുപോലെ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, വിചാരിക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, അതോടൊപ്പം കമൻറ്റ് അടിക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്. പിന്നെ നമ്മൾ വീട്ടിലേക്ക് വരുന്ന വഴിക്ക് അവിടെ നബിദിനത്തിന് വേണ്ടി പള്ളി അലങ്കരിച്ചത് കണ്ടപ്പോൾ അതും കൂടി ഞാൻ ഇതിലെടുത്തിട്ടിട്ടുണ്ട്. അടിവാരം പള്ളിയാണത്.